കെപ്ലേഴ്സ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഈ പ്ലാനറ്റ്സിൻ്റെയൊക്കെ മോഷനെയൊക്കെ നമുക്ക് ഈ കെപ്ലറിൻ്റെ ലോയുടെ ബേസിസിൽ നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി പറ്റും. പിന്നീട് നമ്മൾ ഈ സാറ്റലൈറ്റിൻ്റെ ഇതിന് വേണ്ടിയിട്ടും സാറ്റലൈറ്റ്സിൻ്റെ കേസിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു കെപ്ലേഴ്സ് ലോ അപ്ലൈ ചെയ്യുന്ന കേസസും ഉണ്ട്. നമ്മൾ അത് അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്നതിൽ നമുക്ക് ഒന്നാമത് പഠിക്കാനുള്ള കെപ്ലേഴ്സ് ലോയാണ് ലോ ഓഫ് ഓർബിറ്റ്. According to the law of orbit, every planet revolves round the sun in an elliptical orbit with sun at one of its foci. അതായത് എല്ലാ പ്ലാനറ്റും സണ്ണിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു ലോ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിനെ ഒരു എലിപ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതാണ് എലിപ്സ്. ഒരു എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് സെൻറ്ററുകൾ, അതായത് ആ സെൻറ്റേഴ്സിന് നമ്മൾ ഫോക്കൈ എന്നാണ് പറയുന്നത്. അതിന് ഒരു ഫോക്കൈ, ഇത് രണ്ടാമത്തെ ഫോക്കൈയായിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ രണ്ട് ഫോക്കൈയുള്ള ഒരു ഫിഗറാണ് എലിപ്സ്. ഈ ഒരു രണ്ട് ഫോക്കൈ വരുന്ന രീതിയിലാണ് നമ്മുടെ പ്ലാനറ്റ്സ് എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് കറങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ സണ്ണിനെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫോക്കൈൽ ആണ് എന്ന് ഫോക്കൈൽ വെച്ചുകൊണ്ടാണ് പ്ലാനറ്റ്സ് കറങ്ങുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു ഫോക്കൈലാണ് പ്ലാനറ്റ് നമ്മുടെ സൺ ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഭൂമിയാണ് ഇതെന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. ഇങ്ങനെ ഇരിക്കേണ്ട പാത്ത് ഏതെങ്കിലും ഒരു ഫോക്കൈ, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഫോക്കൈൽ സൺ ഇരിക്കുന്നതിനെ സങ്കല്പിച്ച് അതിങ്ങനെ കിടന്ന് കറങ്ങും. ഇഫ് നമുക്കിപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്ലാനറ്റ് ഇരിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കാം. എന്നാൽ ഇവിടെയാണ് നമ്മുടെ പ്ലാനറ്റ് കറങ്ങി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പോയിന്റിന് തൊട്ടടുത്തുള്ള ഫോക്കയെ നമ്മൾ പെരിഹീലിയൻ എന്നാണ് പറയുന്നത്. എന്താണ്, ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ഈ പ്ലാനറ്റ് ഏതെങ്കിലും ഒരു പോയിന്റിലാണ് ഇരിക്കുന്നത്. ആ പ്ലാനറ്റിന് തൊട്ടടുത്തുള്ള ഫോക്കയെ നമ്മൾ പെരിഹീലിയൻ എന്ന് പറയും. അതേസമയം കുറച്ചും കൂടെ മാറി കുറച്ചും കൂടെ ദൂരമായിട്ട് ഫാർത്തസ്റ്റ് പോയിന്റിൽ ഇരിക്കുന്ന സാധനത്തിന് നമ്മൾ അഫീലിയൻ എന്നാണ് പറയുന്നത്. ആ ഫാർത്തസ്റ്റ് പോയിന്റിനെ നമ്മൾ പറയുന്നത് അഫീലിയൻ എന്നാണ് പറയുന്നത്. കെപ്ലറിന്റെ രണ്ടാമത്തെ ലോയാണ് ലോ ഓഫ് ഏരിയാസ്. അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ഏരിയാസ്, the radius vector drawn from the sun to a planet cover equal area in equal intervals of time. That is, aerial velocity of a planet round the sun is a constant. അതായത് നമ്മൾ ഒരു പ്ലാനറ്റ് സണ്ണിൽ നിന്നും ഒരു പ്ലാനറ്റിലോട്ട് ഒരു റേഡിയസ് വെക്ടർ വരച്ചു കഴിഞ്ഞാൽ ആ റേഡിയസ് വെക്ടർ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയാസ് കവർ ചെയ്യും. അതായത് ഒരു പ്ലാനറ്റിൻ്റെ ഏരിയ വെലോസിറ്റി, അതായത് അത് കവർ ചെയ്യുന്ന ആ ഒരു ഏരിയ കവേർഡ് ബൈ യൂണിറ്റ് ടൈം ആണെന്ന് തോന്നുന്നു. ഏരിയ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഇതാണ് നമ്മുടെ ഒരു പ്ലാനറ്റിൻ്റെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് വിചാരിക്കുക. ഇത് ഒരു ഫോക്കയിൽ നമ്മുടെ സൺ ഇരിക്കുകയാണ്. ആൻഡ് ഇതാണ് ഇതിൻ്റെ മൈനർ ആക്സിസ് ആണ്. ഇതാണ് ഇതിൻ്റെ മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഈ എലിപ്സിൻ്റെ. ആദ്യമേ നമ്മുടെ പ്ലാനറ്റ് A' എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു ഇരുന്നിരുന്നത്. കുറച്ച് കഴിഞ്ഞ്, അതായത് 2 സെക്കൻഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പ്ലാനറ്റ് B' എന്ന് പറഞ്ഞൊരു പോയിന്റിലോട്ട് എത്തി. അതായത് ഇതിൻ്റെ പൊസിഷനും സണ്ണിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പൊസിഷൻ വെക്ടറാണ് R വെക്ടർ എന്ന് പറയുന്നത് എന്നായിട്ട് സങ്കല്പിക്കുക. ഇത് കവർ ചെയ്ത ഡിസ്റ്റൻസ് L ആണ്. ആൻഡ് ഇത് കവർ ചെയ്ത ഏരിയ എന്ന് പറയുന്നത്, അതായത് ഇതിന് സണ്ണിനും ഈ ഒരു സംഭവം തമ്മിലുള്ള ആ ഒരു കവർ ചെയ്ത് ഈക്വൽ ആ ഒരു 2 സെക്കൻഡിൽ അത് കവർ ചെയ്ത ഏരിയ ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലാനറ്റ് എത്തി ഈ ഒരു പോയിന്റിനെ ഞാൻ A എന്നും, അതേ 2 സെക്കൻഡ് നേരം കഴിഞ്ഞ് ഇത് എത്തിയ സ്ഥലത്തിന് ഞാൻ B എന്ന് മാർക്ക് ചെയ്തു. ആ 2 സെക്കൻഡിൽ ഇത് കവർ ചെയ്ത ഏരിയയും ഈ ഒരു സംഭവത്തിൽ ഇവർ തമ്മിൽ കവർ ചെയ്ത ഏരിയയും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും സെയിം ആണ്. അത് ഒരേ പ്ലാനറ്റ് ഒരേ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ സെയിം ഏരിയ ആണ് കവർ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. പക്ഷെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലാണ്. ആൻഡ് അതിന് ഈ ഒരു L എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസ്റ്റൻസ് മാത്രം അതിന് കവർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ആസ് പെർ ദി റൂൾ നമ്മുടെ പ്ലാനറ്റ് എന്ത് ചെയ്യണം, ആ ഈക്വൽ ഏരിയ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ കവർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ
അതിൻ്റെ സ്പീഡ് ഒരു പക്ഷേ കൂട്ടിയിട്ടുണ്ടാവണം. സ്പീഡ് കൂട്ടി അതെന്ത് ചെയ്യും, കൂടുതൽ ദൂരം കവർ ചെയ്തു. അത് ചെയ്ത് എന്തിനാന്ന് പറഞ്ഞാൽ ഈക്വൽ ഏരിയ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അതായത് ആ 2 സെക്കൻഡിൽ അവിടെ അത്രയും ദൂരം കവർ ചെയ്ത അതേ ഏരിയ തന്നെ ഇവിടെയും കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്ലാനറ്റ് അങ്ങനെ ചെയ്തത്. അടുത്തതാണ് കെപ്ലറിൻ്റെ മൂന്നാമത്തെ ലോയുടെ പേരാണ് ലോ ഓഫ് പീരിയഡ്. ആസ് പെർ ദി ലോ ഓഫ് പീരിയഡ്, the square of the time period of a planet round the sun is proportional to the cube of the semi-major axis of the elliptical orbit. അതായത് സണ്ണിന് ചുറ്റും ഉള്ള നമ്മുടെ ഒരു പ്ലാനറ്റിൻ്റെ റെവല്യൂഷന് അതെടുത്ത സമയമെന്ന് പറയുന്നത്, സമയത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് അതിൻ്റെ നമ്മുടെ സെമി മേജർ ആക്സിസിൻ്റെ ക്യൂബിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണ് എന്നാണ്. അതായത് ഒരു പ്ലാനറ്റ് പി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് ഇവിടെ നിൽക്കുകയെന്ന് വിചാരിക്കുക. ഈ പ്ലാനറ്റ് കുറേ ദൂരം അതിൻ്റെ കറക്റ്റ് റെവല്യൂഷൻ സണ്ണ് ഇവിടെയാണ്, ഇവിടെയായിട്ട് സങ്കല്പിക്കുക. ഇത് കറങ്ങി 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 അതിൻ്റെ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കി അതിവിടെ തന്നെ തിരിച്ചെത്തി. അപ്പോൾ ആ ഒരു റെവല്യൂഷന് അതെടുത്ത ടൈം പീരീഡ് എന്ന് പറയാം, ടൈം പീരീഡിൻ്റെ സ്ക്വയർ, അതെടുത്ത ടൈം പീരീഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി സെമി മേജർ ആക്സിസ്. സെമി മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസിൻ്റെ പകുതി. ഇതാണ് മേജർ ആക്സിസ്, ഇതാണ് മൈനർ ആക്സിസ്. ആൻഡ് ഈ ഒരു മേജർ ആക്സിസിൻ്റെ പകുതി, അതാണ് ഇതെന്ന് സെമി മേജർ ആക്സിസ്. ഇതിൻ്റെ ക്യൂബിന് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ക്യൂബാണ്. ക്യൂബിന് എന്തായിരിക്കും, ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ ലോ ഓഫ് പീരിയഡ് എന്ന് പറയുന്നത്.